Hello, dear students. Welcome to the new session of business regulation classes. In the last classes, we were discussing the capacity of parties to enter into a contract. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള യോഗ്യതകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കൊക്കെയാണ് അതിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയാത്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, മൈനർ ആയിട്ടുള്ള വ്യക്തികൾക്ക്. രണ്ട്, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി അതർ ലോ, മറ്റേതെങ്കിലും നിയമപ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളവര്, അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് അത്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് അത്തരം കോൺട്രാക്ച്വൽ ഡിസബിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻകേപ്പബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണിത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ഇത് വാച്ച് ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏലിയൻ എനിമീസ് എന്നുള്ളതാണ്. An alien is a competent in to an alien is competent to contract with citizens of India living in India. He can maintain an action on a contract entered by him during the peacetime. But if a war is declared, an alien enemy cannot enter into any contract with an Indian citizen. നമുക്കറിയാം, നമ്മുടെ രാജ്യവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ ശത്രുതയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ ശത്രുതയുള്ള രാജ്യങ്ങളിലെ വ്യക്തികളുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഒരു സമാധാനമുള്ള സമയത്ത് അല്ലെങ്കിൽ പീസ് ടൈമിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായ പ്രയാസങ്ങളില്ല. എന്നാൽ നമ്മുടെ രാജ്യവും ആ രാജ്യവും ശത്രുരാജ്യവും തമ്മിൽ യുദ്ധം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ അത്തരം കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ അണ്ടർഗോ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്കറിയാം. ചൈനയുമായിട്ട് നമ്മൾ ഒരു ഒരു വാറിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ഡിക്ലെയർഡ് വാറിലേക്ക് നമ്മൾ പോയിട്ടില്ല. നിലവിൽ തന്നെ പല ആപ്ലിക്കേഷൻസും ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ നിരോധിച്ചു കഴിഞ്ഞു. അത്തരം ആപ്ലിക്കേഷൻസിന് ഇവിടെ ഇനി വർക്കൗട്ട് ചെയ്യുന്നതിന് സാധ്യത കുറവാണ്. അവർക്ക് ഇനി അത് നിയമപരമായിട്ട് സാധിക്കില്ല. അവർക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കോൺട്രാക്റ്റുകൾ ഏർപ്പെടുന്നതിന് നമുക്ക് ഇപ്പോൾ സാധ്യമല്ല. പ്ലേ സ്റ്റോറിൽ അത്തരം ആപ്ലിക്കേഷൻസ് അവൈലബിൾ അല്ല. പ്ലേ സ്റ്റോറിൽ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പെർമിഷൻ കൊടുത്ത് അതിൻ്റെ കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലൊരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. ഇപ്പോൾ നമുക്കത് സാധ്യമായി വരുന്നില്ല. കുറച്ചും കൂടെ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ, ഒരു വാറിലേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് തരത്തിലുള്ള ലാർജർ ബിസിനസ് കോൺട്രാക്റ്റുകൾക്കൊന്നും പോസിബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള എല്ലാ ട്രേഡ് റിലേഷൻസും നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സിറ്റുവേഷൻസ് ആണ് ഇതിലെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്നത്. ഇതേ ഒരു സിറ്റുവേഷൻ ഒരു പാകിസ്ഥാനുമായിട്ട് നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടൊരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അത്തരം കോൺട്രാക്റ്റുകൾ മുന്നോട്ട് പോകുന്നു. എങ്കിൽ പോലും വാർ ലൈക്ക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഏലിയൻ എനിമീസുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഏർപ്പെടുന്നതിന് ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. മറ്റൊന്നാണ് ഫോറിൻ സോവറിൻസ് ആൻഡ് മൈനേഴ്സ് അല്ലെങ്കിൽ അത്തരം അംബാസിഡേഴ്സുമായിട്ടുള്ളതായ ഒരു കോൺട്രാക്ട്. ദീസ് പേഴ്സൺസ് ആർ ഇമ്മ്യൂൺ ഫ്രം ദ jurisdiction of local courts unless they voluntarily submit to its jurisdiction. These persons have a right to contract but can claim the privilege of not being sued. The rules regarding the suits by or against foreign sovereigns are laid down in section 84 to 87 of the Civil Procedure Code എന്ന് പറയാൻ കഴിയും. സോ ഇവിടെ ഫോറിൻ സോവറിൻസ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെയാണ്, സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അവിടെയുള്ള അംബാസിഡേഴ്സും ഒക്കെ ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ നമ്മൾ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ച്വൽ വയലേഷൻ സംഭവിച്ചാൽ അവരെ നമുക്ക് സ്യൂ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത്തരം ആളുകൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അംബാസിഡേഴ്സ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ രാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ അംബാസിഡേഴ്സ് ആയിട്ടുള്ളവരും മറ്റ് രാജ്യങ്ങളിലെ അംബാസിഡേഴ്സ് ഇവിടെയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ എംബസികളിൽ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ദേ ഹാവ് സ്പെഷ്യൽ പ്രിവിലേജ്.
നമ്മുടെ ലോക്കൽ കോർട്ടുകളിൽ, നമ്മുടെ ഇന്ത്യൻ കോടതികളിൽ അവർക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന് നമുക്ക് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. അവരതിനെ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ, കോൺട്രാക്റ്റിൽ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തടസ്സമില്ല. അല്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് ഇന്ത്യൻ കോടതികളിൽ സ്യൂ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല. അവർക്ക് അവരുടേതായ കോടതികളിലേക്ക് പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ടുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇത്തരം ആളുകളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ദേ ഹാവ് സ്പെഷ്യൽ പ്രിവിലേജ് എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അവർക്ക് പക്ഷേ നമ്മുടെ ഇവിടെ ഒരു കോടതിയിൽ സ്യൂ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നതിനോ ഒന്നും തടസ്സമില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. മൂന്നാമതായിട്ട് ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആളുകൾ, പാപ്പരായിട്ടുള്ള ആളുകൾ. An insolvent cannot enter into a contract as his property vests in the official receiver or official assignee. This disqualification of an insolvent is removed after he is discharged. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയുടെ അസറ്റ്സ് ഒക്കെയും മാനേജ് ചെയ്യുന്നത് ഒഫീഷ്യൽ റിസീവർ ആയിരിക്കും. അത്തരം ആളുകൾ അത് മാനേജ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇൻസോൾവെന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. ബിക്കോസ് ഹീസ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് ആർ ഫെയിൽഡ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പിന്നീട് ഈ ഒഫീഷ്യൽ റിസീവർക്ക് മാത്രമേ ഇത്തരം കോൺട്രാക്റ്റുകൾ ഏർപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. അതേസമയം ഇൻസോൾവൻസി എന്നുള്ളതായ ഡിസ്ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് കഴിയും. അപ്പോൾ ഇൻസോൾവൻസി എങ്ങനെയാണ് മാറുന്നത്? അദ്ദേഹത്തിന്റെ ഡെപ്റ്റ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഡ്യൂസ് എല്ലാം തിരിച്ചടച്ചു കഴിയുമ്പോൾ ഹി ഈസ് ഡിസ്ചാർജ് ഫ്രം ദി ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരാളാണ് കൺവിക്ട്സ് എന്ന് പറയും. ഒരു കേസിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ, അതൊരു ഫിനാൻഷ്യൽ കേസ് ആവട്ടെ മറ്റേതെങ്കിലും കേസ് ആവട്ടെ, പ്രതിയായിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കൺവിക്ട്സ് എന്ന് പറയുന്നത്. A convict, while undergoing imprisonment, is incapable of entering into a contract, but this disability comes to an end on the expiry of the sentence. നമുക്കറിയാം, ഇത്തരം ആളുകൾ ഒരുപക്ഷെ കോടതിയിലായിരിക്കാം, അല്ലെങ്കിൽ ജയിലിലായിരിക്കാം, റിമാൻഡിലായിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് സാധിക്കുകയില്ല. അവർക്ക് ആ കോടതി വിധി അവസാനമായിട്ട് വന്നു, ചിലപ്പോൾ അവർ ശിക്ഷ അനുഭവിക്കുമായിരിക്കാം. ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ ആ ശിക്ഷാ കാലാവധിക്ക് ശേഷമോ, അല്ല അദ്ദേഹം പ്രതിയല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനുശേഷമോ അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രതി ആയിരിക്കുന്ന സാഹചര്യത്തിൽ, കൺവിക്റ്റഡ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിനൊരു കോൺട്രാക്റ്റ് നിയമപരമായിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് കോർപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ കമ്പനീസ് ആണ്. A corporation is an artificial person recognized by law. It exists only in the eyes of the law. It is competent to enter into a contract only through its agents. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എവറി കമ്പനി ഈസ് ഹാവിങ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഒരു നിയമപരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റിയാണ് ഒരു കമ്പനിക്കുള്ളത്. ഒരു കമ്പനിയുടെ തന്നെ പേരിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. എന്നാൽ കമ്പനിയുടെ ഏജൻസ് എന്ന് പറയുമ്പോൾ മാനേജിംഗ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സിഇഒ, ഇത്തരം ലെവൽസിലിരിക്കുന്ന ആളുകൾക്ക് കമ്പനിക്ക് വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയും. സോ കമ്പനീസ് ഓർ കോർപ്പറേഷൻസ് ക്യാൻ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് ഓൺലി ത്രൂ ദി ഏജൻസ്. മറ്റു വ്യക്തികൾക്ക്, കമ്പനിക്ക് നേരിട്ട് ഒരു കാരണവശാലും ഇത്തരം കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നതിന് സാധ്യമല്ല. മറ്റൊന്ന് പ്രൊഫഷണൽ പേഴ്സൺസ് ആണ്. ഇത് ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ബാരിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആക്ട് അനുസരിച്ചാണ് ഇതിൽ പറയുന്നത്. ഡോക്ടേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻ ദിസ് ക്ലാസ് in England barrister and prohibited by the etiquettes of their profession from suing for their fees. ഇത് ഇംഗ്ലീഷ് നിയമപ്രകാരമാണ് പറയുന്നത്. ബട്ട് ഇൻ ഇന്ത്യ these personal disqualifications do not exist. According to the Bar Council Act 1927, an advocate of the High Court can enter into a contract with his client
and can also bring a suit against him for his fees. ഇന്ത്യയിൽ ഒരു പ്രൊഫഷണൽ ബോഡിക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോ കോൺട്രാക്റ്റുകൾ ഏർപ്പെടുന്നതിന് തടസ്സമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർക്ക് തൻ്റെ ഫീസ് ചാർജ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യൻറ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനോ ആ ഫീസ് വാങ്ങുന്നതിനുള്ള അധികാരമുണ്ട്. ഒരു അഡ്വക്കേറ്റ് തൻ്റെ കക്ഷിയുമായി ബന്ധപ്പെട്ട് ഫീസുകൾ വാങ്ങിക്കുന്നതിന് അധികാരമുണ്ട്. അതിന് ബാർ കൗൺസിൽ ആക്ട് നിലവിലുണ്ട്. ഇന്ത്യയിൽ ഇത്തരം പ്രൊഫഷണൽ ബോഡീസിൽ ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഓഫ് മാരീഡ് വുമൺ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മെൻ എന്നുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. ഏത് ജെൻഡറിലുള്ളവർക്കും നിയമപരമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അത്തരം ഡിസ്ക്രിപ്പൻസീസ് നമുക്കില്ല. എ വുമൺ ഇസ് കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. മാരേജ് ഡസ് നോട്ട് അഫക്ട് ദ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഓഫ് എ വുമൺ. ഒരു സ്ത്രീ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നില്ല. ഷീ ക്യാൻ ഈവൻ ബൈൻഡ് ഹെർ ഹസ്ബൻഡ് ഇൻ കേസസ് ഓഫ് പ്രസ്സിംഗ് നെസസിറ്റി. എ മാരീഡ് വുമൺ മേ സ്യൂ ഓർ ബി സ്യൂഡ് in her own name in respect of her separate property. For example, ഒരു മാരേജ് കഴിഞ്ഞ സ്ത്രീയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ separate legal entities. They can enter into a contract each other because they are separate persons. ലീഗൽ പേഴ്സൺസ് ആയതുകൊണ്ട് അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മാരീഡ് വുമൺ ക്യാൻ പ്രസ് ഹെർ ഹസ്ബൻഡ് ഓർ ബൈൻഡ് ഹെർ ഹസ്ബൻഡ് ഇൻ കേസ് ഓഫ് നെസസിറ്റീസ് എന്ന് പറയാൻ കഴിയും. ഒരു വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ എല്ലാവിധമായ ചിലവുകളും വഹിക്കേണ്ടതായിട്ട് വരും. അത്തരം കേസുകളിൽ ഹസ്ബൻഡ് വഹിക്കുന്നില്ല എങ്കിൽ ഈ മാരീഡ് വുമനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിനെതിരായി കേസ് കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഷീ ക്യാൻ ബൈൻഡ് ഹെർ ഹസ്ബൻഡ് ഇൻ കേസ് ഓഫ് പ്രസ്സിംഗ് നെസസിറ്റീസ് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഒരു ഭാര്യയുടെ എല്ലാ ചെലവുകളും ഒരു ഭർത്താവ് വഹിക്കുന്നുവെങ്കിൽ, എല്ലാ ചെലവുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യമുള്ള ചെലവുകൾ, ദാറ്റ് മീൻസ് മെയിൻ്റനൻസിനുള്ള ചെലവുകൾ വഹിക്കുന്നുവെങ്കിൽ ഭർത്താവിന് എതിരായിട്ട് കേസ് കൊടുക്കാനായിട്ട് കഴിയില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ്, അതിനുള്ള സപ്ലൈസ് ഹസ്ബൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ ഒരു കാരണവശാലും വൈഫിന് കേസ് കൊടുക്കാനായിട്ട് കഴിയില്ല. ബട്ട് മാരീഡ് വുമൻ ഓൾസോ ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് എന്നുള്ളതാണ്. അവിടെ യാതൊരു നിയമപരമായ തടസ്സങ്ങളും വരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ആർക്കൊക്കെയാണ് നിയമപരമായി മറ്റേതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള തടസ്സങ്ങളുള്ളത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഏലിയൻ എലിമെന്റ്സ്, നമ്മുടെ രാജ്യത്തോട് ശത്രുതയുള്ള ആളുകൾ, അതുപോലെ മറ്റ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ അവിടെയുള്ള അംബാസിഡേഴ്സ്, അതോടൊപ്പം ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആളുകൾ, ഒരു കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ, കമ്പനിയുടെ സ്വന്തം പേരിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല, ഓൺലി ത്രൂ ഏജൻസ്. മറ്റൊന്ന് പ്രൊഫഷണൽ പേഴ്സൺസ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു തരത്തിലുമുള്ള ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ല. ഒരു മാരീഡ് വുമണെ സംബന്ധിച്ചിടത്തോളം മാരീഡ് വുമണും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ നെസസിറ്റീസിന്റെ കാര്യത്തിൽ ഒരു മാരീഡ് വുമണ് ഹസ്ബൻഡിനെ ലീഗലി ബൈൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കേട്ടത്. നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.